കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് റൈസ് പൊന്നി അരി തൃശൂർ ജില്ലയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. റേഷൻ കാർഡ് ഇല്ലാതെ ലഭിക്കുന്ന ഈ അരി എല്ലാവർക്കും 29 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഭാരത് അരി എവിടെ കിട്ടുമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. അരിവില കുത്തനെ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ കേവലം 29 രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് അരി സാധാരണക്കാർക്ക് വളരെ ആശ്വാസമാണ്. 5 കിലോ 10 കിലോ വീതം വരുന്ന പാക്കറ്റുകളിലാണ് ഈ ഗുണനിലവാരമുള്ള ഭാരത് അരി നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ അരി എവിടെയാണ് ലഭിക്കുന്നതെന്ന് ഇപ്പോഴും എല്ലാവർക്കും സംശയമാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇതിനൊരു വിതരണ സംവിധാനമുണ്ട്. NCCF അഥവാ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തിന്റെ കീഴിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. നാഫെഡിനും കേന്ദ്രീയ ഭണ്ഡാലിനും ഈ അരിയുടെ വിതരണാവകാശമുണ്ട്. ഇതുകൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ അരി വാങ്ങാൻ സാധിക്കും. മറ്റു ജില്ലകളിലേക്കുള്ള വിതരണത്തിനായി ഇപ്പോൾ ഭാരത് അരിയുടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഈ അരി മാർക്കറ്റുകളിലേക്ക് എത്തുന്നതായിരിക്കും. NCCF, നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാൽ എന്നിവയിലൂടെയായിരിക്കും ആദ്യം ഭാരത് അരി ലഭിക്കുക. അതിനുശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇത് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊബൈൽ വാനുകളിലൂടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ അരി എത്തും. അതായത് ഭാരത് അരി വിതരണാവകാശമുള്ള ഈ സ്ഥാപനങ്ങളുടെ മൊബൈൽ വാനുകളിലൂടെ ഭാരത് അരി എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കും. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 29 രൂപയുടെ ഭാരത് അരി എത്തിച്ചേരുന്നതായിരിക്കും.